ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാവിലെ മുതൽ അനുമോള് ഒരാളോടും മിണ്ടുന്നില്ല, ഒരക്ഷരം ഒരു മനുഷ്യരോടും മിണ്ടുന്നില്ല. തൻ്റെ ഭാഗം ടാസ്ക് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഒരു രീതിയിലും ഒരാൾക്കാരായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു. എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്നലെ രാത്രി നടന്ന ആ വിഷയത്തിൽ കംപ്ലീറ്റ് ഹൗസ് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തതാണ്. അതായത് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടല്ലായിരുന്നു, മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ബാക്കി എല്ലാവരെയും വായിരിക്കുന്ന മൊത്തം കേൾക്കേണ്ടി വന്ന് കംപ്ലീറ്റ് ഹൗസ് എഗെയിൻസ്റ്റ് ആയിരുന്നു. ഈവൻ ആദിലയും നമ്മുടെ നൂറ ഉൾപ്പെടെ, ആദിലയും നൂറയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് അതിനകത്ത് പോയിരുന്ന് കിച്ചണിൽ പോയിരുന്ന് ഭക്ഷണം ഉണ്ടാക്കിയത്. എന്നിട്ട് ഇവരായിരുന്നു ഫസ്റ്റ് തന്നെ തുടങ്ങി നെവിനെ തിരികെ കയറ്റി വിട്ടത്. ഈ ആദിലയും നൂറയുടെയും പുറകിൽ നടക്കുന്നത് അനുവിന് ഫെയർ അല്ല എന്ന് എനിക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്. കാരണം അനു മാറി നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ അനുവിനെ പറ്റി പലതവണയും കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്നും അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നൂറ പറയുന്നുണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല, ഭയങ്കര രീതിയിൽ എന്നെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് രീതിയിൽ തോന്നുന്നു. കാരണം അനുവിൻ്റെ നേച്ചർ അങ്ങനെയാണ്. അനു ക്ലോസ്ഡ് ആയി കഴിഞ്ഞാൽ അനു സംസാരിക്കുന്ന രീതി എങ്ങനെയാണ്, അത് വെച്ചിട്ട് ഫുള്ള് കുറ്റം പറയുക, പിന്നെ ഏത് സമയവും കുലസ്ത്രീ എന്ന് വിളിക്കുക. ആദിലയുടെ നേച്ചർ അറിയാലോ. ഇതാണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു ഒറ്റപ്പെട്ട സ്ട്രാറ്റജി എന്നും മറ്റുള്ളവർ പറയും, പക്ഷെ അല്ല, ഒറ്റപ്പെട്ടൊരു അവസ്ഥ തന്നെയായിരുന്നു ഇന്ന്. ഇത് കൃത്യമായി അവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അല്പം അവിടെ ഹൃദയവിശാലതയുള്ള ഒരു മനുഷ്യനേ ഉള്ളായിരുന്നു, അത് അനീഷാണ്. ഇത് മനസ്സിലാക്കിയിട്ട് അനീഷ് വൈകുന്നേരം പോയി നമ്മുടെ അനുവിനെ കാണുന്നുണ്ട്. അനുവിൻ്റെ അടുത്ത് ബെഡിൽ പോയി ഇരിക്കുന്നു, കുറച്ചു നേരം സംസാരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു എൻറ്റയർ ഒരു 10 പേരുള്ള ഒരു വീട്ടിൽ നമ്മൾ ഒറ്റപ്പെട്ട് ഒരാളും മിണ്ടാണ്ടിരിക്കുന്നു, എല്ലാവരുമായിട്ടും നമ്മൾ അടിച്ചു പിരിഞ്ഞ് നിൽക്കുമ്പോൾ അതിൽ ആരെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു റിലീഫ് എത്രത്തോളം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പോയി കൂടെ ഇരിക്കണം. അയാൾ അനുഭവിച്ച അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടോ ശരി ചെയ്തിട്ടുള്ള വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ കൂടെ പോയി ഇരിക്കണം എന്ന് തോന്നുന്ന ഒരു വിശാലമായ മനസ്സുണ്ടായിരിക്കണം, അല്ലേ? അതുണ്ടായത് അനീഷിനാണ്. അനീഷ് പോയി ചോദിക്കുന്നത് എങ്ങനെയാണ്, അതായത് ഇത്രയും ദിവസം അറിയാലോ, ഒരു വീട്ടിൽ അനക്കം വേണമെന്ന് പറഞ്ഞാൽ കിലിക്കിലാന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും എടുത്തിരുന്നത്. അങ്ങനെ ഒരു ആൾ പെട്ടെന്ന് സൈലന്റ് ആകുമ്പോഴത്തേക്ക് ആ വീട്ടിലുണ്ടാകുന്ന ഒരു സൈലൻസ് ഉണ്ടല്ലോ, ആ സൈലൻസ് കൃത്യമായി മനസ്സിലാക്കിയത് നമ്മുടെ അനീഷായിരുന്നു. അതുകൊണ്ടാണ് അനീഷ് പോയി അത് പറഞ്ഞ് തന്നെയാണ് അനീഷ് പോയി ചോദിക്കുന്നത്. അപ്പോഴത്തേക്ക് അനുഭവം അറിയുന്നുണ്ട്, എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ഹൗസ് അഗെയിൻസ്റ്റ് ആയിരുന്നു, ആരും സപ്പോർട്ട് ചെയ്തില്ല, ഞാൻ എൻ്റെ ഇൻറ്റൻഷന് വേണ്ടി പോലും അല്ല ചെയ്തത്. അതൊക്കെ മനസ്സിലാക്കി അനുവിനോട് അനീഷ് ഒരുപാട് നേരം സംസാരിച്ചു. അത് കണ്ടപ്പോൾ അനീഷിനോട് ഒരുപാട് ബഹുമാനം തോന്നി. ഇങ്ങനെ ആകണം മനുഷ്യന്മാരായിരിക്കും കഴിഞ്ഞാൽ. ഒരു എത്ര വൃത്തികെട്ട മനുഷ്യന്മാരാണെങ്കിൽ എത്ര ഇത് വന്നു കഴിഞ്ഞാലും നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് നൽകുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത്, നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ അത് സംസാരിച്ചതിന് ശേഷമായിരിക്കും അനുവിൻ്റെ മനസ്സൊന്ന് ഓക്കെ ആയതും. അതിനുശേഷം രാത്രിയായപ്പം ഈ ആദിലയും നൂറയും ഇത്രയും നേരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന അനുവിന് ഇത്രയും നേരം ഇന്നലെ മുതലേ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആ ആദിലയും നൂറയും പോയി കെട്ടിപ്പിടിച്ചിട്ട് പോയിരുന്ന് സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി അനുവിൻ്റെ മനസ്സ് എത്രത്തോളം ഇതാണെന്നുള്ളത്. നിങ്ങളെല്ലാവരും എനിക്കറിയാം ഇഷ്ടം പോലെ അതിനൊരു ഭയങ്കര ഹെയ്റ്റ് ക്യാമ്പയിൻസ് നടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അതെല്ലാം മാറ്റി നിർത്തുന്ന ആലോചിച്ച് നോക്കുക. ഇത്രയും കുറ്റം പറഞ്ഞിട്ട് ഇതൊന്നും അറിയാതെ അവരെ പോയി കെട്ടിപ്പിടിച്ച് അവരോട് പോയിരുന്ന് സംസാരിക്കാൻ പറ്റുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്, അല്ലേ? നിങ്ങൾ ആലോചിക്കാം. അത് കഴിഞ്ഞിട്ടും ആദിലയും നൂറയും എന്നിട്ടും മാറിയിരുന്ന ഇവർ അനുവിൻ്റെ കുറ്റം മാത്രമല്ല പറയുന്നത്, ഷാനവാസിന് വെറും വാഴയാണ്, ഷാനവാസ് ഹിറ്റ്ലർ കളിക്കുകയാണ്, ഷാനവാസിനെ ഇത് ചെയ്യുന്നു മറ്റത് ചെയ്യുന്ന. ഷാനവാസിന് ഇവർ ഫസ്റ്റ് ഡേ മുതൽ കൂടെ നിന്നിട്ട് കാലുവാരിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യത്തിലും. നമ്മുടെ നെവിൻ്റെ വിഷയം ഉൾപ്പെടെയുള്ള ഇത് മനസ്സിലാക്കിയിട്ടില്ല ഷാനവാസ്. ഇപ്പോഴെങ്കിലും കുറച്ച് മനസ്സിലാക്കിയെന്ന് വേണം പറയാൻ. അത് മനസ്സിലാക്കി ഷാനവാസ് മാറി നിന്നാൽ ഷാനവാസിന് കൊള്ളാം. അനുമോൾ അത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ അനുമോളുടെ ഭാഗത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ അനു ഭയങ്കര സ്ട്രോങ് ആണ്. അനുവിന് അത് ഭയങ്കരമായിട്ട് അങ്ങനെയൊന്നും ബാധിക്കത്തൊന്നുമില്ല. അനുവിന് ഗെയിം വന്നു കഴിഞ്ഞാലും ബാക്കി ഏത് കാര്യം വന്നു കഴിഞ്ഞാലും ഒറ്റയ്ക്ക് നേരിടാനുള്ള ഒരു പവർ ഉണ്ട്, ഒരു വിൽ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അനുവിന് അത് ബാധിക്കത്തൊന്നുമില്ല. പക്ഷെ ഷാനവാസിനെ ഏതൊക്കെ ഒരു രീതിയിൽ ബാധിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പുള്ളി ഒരു രീതിയിലൊന്ന്, പക്ഷേ പുള്ളി നല്ല രീതിയിൽ അനീഷുമായിട്ട് നിന്ന് പോയിരുന്നെങ്കിൽ, ആ ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് പോയിരുന്നെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് രണ്ടുപേർക്കും നല്ലതായിട്ട് പോയിരുന്നു. രണ്ടുപേർക്കും അതുകൊണ്ട് ഗുണം മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. സോ ഷാനവാസിനെ അവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആദിലയും നൂറയും. ഇതൊക്കെയാണ് ഇന്ന് നടന്നത്. അതുകൂടാതെ ആര്യൻ എൻ്റെ അമ്മ 261 പോയിന്റാണ് 3 ദിവസത്തെ ടാസ്കിൽ കരസ്ഥമാക്കിയത്. ഒരാൾ പോലും 200 പോയിന്റ് അടിച്ചില്ല. 2ാം സ്ഥാനത്ത് വന്നത് 198 പോയിന്റുമായിട്ട് നമ്മുടെ അനീഷും 188 പോയിന്റുമായിട്ട് അനു. ഇവർ മൂന്നുപേരും ഗംഭീരമായിട്ട് കളിച്ചു എന്ന് തന്നെ പറയാം. അപ്പം ഇവർക്ക് മൂന്നുപേർക്കും ആശംസകൾ. അതോടൊപ്പം തന്നെ നമ്മുടെ ആര്യന് കിട്ടാൻ പോകുന്നത് നമ്മുടെ ടിക്കറ്റ് ഫിനാലെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ പവറാണ്. അതെന്താണെന്ന് ബിഗ് ബോസ് ഇനി പറയത്തേ ഉള്ളൂ. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെയാണെന്നുള്ളത്. എനിവേസ്, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.